എല്ലാവിധ ഓഫീസ് ഫർണിച്ചറുകളുടെയും വൻ ശേഖരം. എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൗകര്യം. 20,000 സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി. ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ്, സാനിയ തിയേറ്ററിന് എതിർവശം, എരമല്ലൂർ. അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട്, എരമല്ലൂർ. 45 വർഷത്തെ പാരമ്പര്യമാണ്. നെല്ലിക്കുഴിയിൽ NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. കൂലി കുടിശ്ശിക ഉടൻ അനുവദിക്കുക, തൊഴിൽ ദിനങ്ങൾ 200 ഉയർത്തുക, കൂലി 600 രൂപയെ വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നെല്ലിക്കുഴി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ തൊഴിലാളികൾ ധർണാ സമരം സംഘടിപ്പിച്ചത്. സമരം NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി RM രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സീനാൽ ദോസ് അധ്യക്ഷയായി. NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് റഷീദ സലീം, ഏരിയ സെക്രട്ടറി PM അഷ്റഫ്, റംല ഇബ്രാഹിം, C നാസർ, ബിജു മാണി, അരുൺ C ഗോവിന്ദ്, ഷാഹിദ ശംസുദ്ദീൻ, ബീന ബാലചന്ദ്രൻ, ഷെഹന അനസ്, NB ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. പക്ഷെ രാജ്യസഭയിൽ ചെന്നാൽ ആ കടമ്പ അങ്ങോട്ട് കടക്കില്ല. ആ കടമ്പ കടക്കാൻ വേണ്ടിയിട്ട് അവർ പലതും നോക്കുന്നുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ പ്രസിഡന്റും കേരള ഓരോ സംസ്ഥാനത്തുള്ള ഗവർണർമാരും അവർ നിയമം വിട്ട് പെരുമാറുന്നു എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് വരെ പറയേണ്ട കാലഘട്ടമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. മനസ്സിലായില്ല? ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ആ സുപ്രീം കോടതി ഇന്ത്യയുടെ പരമ അധ്യക്ഷനാണ് ഇന്ത്യയുടെ പ്രസിഡന്റ്. ആ ഇന്ത്യൻ പ്രസിഡന്റും സംസ്ഥാനങ്ങൾക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഗവർണർമാരും പരിധി വിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പരസ്യമായി ഒരു വിധിയിലൂടെ സുപ്രീം കോടതിക്ക് പറയേണ്ട കാലഘട്ടത്തിലേക്ക് ഇന്ത്യ രാജ്യം മാറി. അപ്പം നമ്മുടെ കാര്യമൊക്കെ കട്ട പുകയാന്ന്. മനസ്സിലായോ? ന്യൂസ് ബ്യൂറോ, കോതമംഗലം.